നമ്മൾ മുരിങ്ങയില കറി വെക്കുന്നത് നമ്മൾ ഉണക്ക ചെമ്മീനിട്ടിട്ട് ഒരു മുരിങ്ങയില കറി എങ്ങനെ വെക്കുന്നത് നോക്കാം. എണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുക് ഇടുക. എന്നിട്ട് ഇതിലേക്ക് ഒരു സവാള, തക്കാളി, പച്ചമുളക് എല്ലാമായിട്ട് വഴറ്റുക. ഇതെല്ലാം വഴറ്റി കഴിഞ്ഞ് പിന്നെ ഇതിടാം. നമുക്ക് മുരിങ്ങയില ഞാൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് വറുത്തെടുക്കാം. നല്ലതുപോലെ വറുത്തെടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചിട്ട് ഇത് പെട്ടെന്ന് വേവിച്ചിട്ടെടുക്കുന്നതാണ്. ഇത് മുരിങ്ങയിലക്കറി നമുക്ക് പെട്ടെന്ന് വെന്തിട്ട് കിട്ടുന്നതാണ്. ഇത് നന്നായിട്ട് വഴറ്റിട്ട് നമുക്ക് വെന്തിട്ടെടുക്കാം. ഇതിലേക്ക് ഞാൻ ഉണക്ക ചെമ്മീൻ കഴുകിയിട്ട് വറുത്തിട്ടെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചേർത്തിട്ടെടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതിൽ നന്നായിട്ട് കുഴക്കണം. നന്നായിട്ട് കുഴച്ചെങ്കിൽ തേങ്ങാവും വെളുത്തുള്ളി കുഴച്ച് നല്ലൊരു ടേസ്റ്റാണ് ഇതിലേക്ക് വരുന്നത്. ഒന്നിച്ച് നമുക്ക് നന്നായിട്ട് കുഴച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കാം. മുരിങ്ങയിലേക്ക് ഒഴിച്ചിട്ട് നല്ല വഴറ്റിയെടുക്കാം. നമുക്ക് നല്ല വെന്ത് കഴിഞ്ഞതാണ് ഇത് മുരിങ്ങയില, പെട്ടെന്ന് വെന്തിട്ട് കിട്ടുന്നത്. എന്നിട്ട് ഇതിലേക്ക് തേങ്ങ ഒഴിച്ചിട്ട് നന്നായിട്ട് വഴറ്റുക. ചോറിന് കൂട്ടാൻ നല്ല ടേസ്റ്റാണ് ഇത്, നല്ല വറുത്ത കറി. ഇതിലേക്ക് ഞാൻ ഉണക്ക ചെമ്മീൻ വറുത്തിട്ടെടുത്തതാണ്. ഇത് കഴുകിയിട്ട് വറുത്തിട്ടെടുത്തത് ഇതിലേക്ക് ചേർക്കാം. നമുക്ക് ഉണക്ക ചെമ്മീൻ ചട്നി ആക്കുന്ന എല്ലാം ആക്കുന്നു, ഉപ്പുമാവെല്ലാം ആക്കുന്നു നമ്മൾ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്തിട്ട് നല്ലൊരു കറി വെച്ചതാണ്. ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കാം. ഇത് വറുത്തിട്ട് എടുത്തതാണ്. ഇത് വറുത്തിട്ട് നല്ലൊരു മണം വന്നതിന് നല്ലൊരു ടേസ്റ്റാണ് ഇത്. നമുക്ക് ഇത് കറിയെല്ലാം തേങ്ങയെല്ലാം ഒഴിച്ച് ഇതിലേക്ക് ചേർക്കാം. എല്ലാം ഒഴിച്ച ശേഷം ഇതിലേക്ക് ചേർത്തിട്ട് കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് എടുക്കാം. ഇത് നന്നായി ചോറിന് നമുക്ക് കുഴച്ച് കഴിക്കാം. നല്ലൊരു ടേസ്റ്റാണിത്. ചോറിന് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണിത് ഉണക്ക ചെമ്മീൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ നന്നായിട്ടുള്ളൊരു കറിയാണിത്, നല്ലൊരു ടേസ്റ്റി ആയൊരു കറിയാണ്. എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. ഉണക്ക ചെമ്മീൻ മുരിങ്ങയില കറിയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ചോറിന് കഴിക്കാൻ നല്ലൊരു കറിയാണിത്, നല്ല ടേസ്റ്റി ആയ കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. പിന്നെ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബായ്.